നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം ലോകം അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിന് സാക്ഷ്യമാകുവാൻ പോകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഈ കർത്താവിനോട് ചേർന്ന് ഈ കർത്താവിൻ്റെ വരവിൽ നാം ഓരോരുത്തരും കർത്താവിനോടൊത്ത് അവിടെ എത്തുക. അതിവിടെയാണേലും, അഞ്ചു ന്യൂസിലൻഡിലാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വരവിൽ അവനോടുകൂടെ മധ്യാകാശത്തായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ചേർന്ന് നിന്ന് കർത്താവിനോട് ഏറ്റവും അധികം നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി യേശു ആണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകൾ, ഡെഫിഷ്യൻസികൾ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനൊരു സ്റ്റോറിയുണ്ട്. ഒരു ചിത്രകാരൻ ഒരിക്കൽ ഒരു ചിത്രം വരയ്ക്കുവാൻ, യേശുവിൻ്റെയും 12 ശിഷ്യന്മാരുടെയും ചിത്രം വരയ്ക്കുവാനായിട്ട് ആരംഭിച്ചു. ഈ ചിത്രം വരയ്ക്കുന്നതിന് ഈ ചിത്രകാരന് യേശുവിനോടും 12 ശിഷ്യന്മാരോടും രൂപസാദൃശ്യമുള്ള ആളുകളെ വേണമായിരുന്നു. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് അവസാനം യേശുവിനോടും 11 ശിഷ്യന്മാരോടും രൂപസാദൃശ്യമുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെയൊക്കെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് ചിത്രം പകർത്തുകയും ചെയ്തു, വരയ്ക്കുകയും ചെയ്തു. എന്നാൽ യൂദയോട് രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ ഈ ചിത്രകാരന് കിട്ടിയില്ല. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അവസാനം ഏതാണ്ട് 15 വർഷത്തിന് ശേഷം യൂദയോട് രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് ഈ ചിത്രകാരൻ കണ്ടുമുട്ടുകയും അവിടെ നിന്ന് ആ മനുഷ്യനെ വിളിച്ച് തൻ്റെ സ്റ്റുഡിയോയിലേക്ക് വന്ന് ഈ ചിത്രം വരയ്ക്കുവാനായിട്ട് ആരംഭിച്ചു. ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഈ വന്ന മനുഷ്യൻ തേങ്ങി തേങ്ങി കരയുകയാണ്. അപ്പോൾ ഈ ചിത്രകാരൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഞാൻ താങ്കളെ ഉപദ്രവിക്കുവാനല്ലോ ഇവിടെ കൊണ്ടുവന്നത്, ഒരു ചിത്രം വരയ്ക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, സർ, അങ്ങ് 15 വർഷത്തിന് മുമ്പ് യേശുവിൻ്റെ ചിത്രം വരയ്ക്കുവാനും എന്നെ തന്നെയാണ് ഈ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് 15 വർഷത്തിന് ശേഷം യൂദയുടെ ചിത്രം വരയ്ക്കുവാനും എന്നെ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ 15 വർഷത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ അധപ്പതനത്തെ ഓർത്ത്, ഞാൻ യേശുവിൽ നിന്ന് മാറിയതോർത്ത് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് മനുഷ്യൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട, ഇതുപോലെ നമ്മുടെ ജീവിതത്തെയും നാം ഒന്ന് ശോധന ചെയ്യേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. യേശുവിനെ പോലെ ആയിരുന്ന നമ്മൾ യൂദയെപ്പോലെയാണോ ആയിക്കൊണ്ടിരിക്കുന്നത്, അതോ യൂദയെപ്പോലെ ഇരുന്ന നമ്മൾ യേശുവിലേക്ക് അടുത്തുകൊണ്ടാണോ ഇരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. അതിനായി നമുക്ക് ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 23:42 43. ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 42 and 43. പിന്നെ അവൻ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതെവിടെയാണ് സംഭവിച്ചെന്നുള്ളത്. കാൽവറി കുലമേട്ടിൽ യേശു കാൽവറിയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ 2 വശങ്ങളിലായി കിടക്കുന്ന 2 കള്ളന്മാർ. അതിലെ ഒരു സൈഡിലെ, അത് ഏത് സൈഡിലെയാണെന്ന് അറിയില്ല, ബൈബിൾ അത് വ്യക്തമാക്കിയിട്ടില്ല. ഒരു സൈഡിലെ കള്ളൻ പറയുന്ന ഒരു അപേക്ഷയാണ്, ഒരു പ്രാർത്ഥനയാണ്. ഉടനെ തന്നെ യേശു അതിൻ്റെ മറുപടിയും കൊടുക്കുന്നതാണ് ഇന്ന് ഈ വായിച്ചു കേട്ട ഈ ഭാഗത്ത് നാം കാണുന്നത്. നാം ഇന്ന് ആലോചിക്കുന്നത്, ഈ കള്ളൻ തൻ്റെ ജീവിതത്തിൽ ഒരു നന്മ പ്രവൃത്തിയും ചെയ്തിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും സഹായിച്ചിട്ടുണ്ടോ? വലിയ ദുഷ്പ്രവർത്തിക്കാരായ കള്ളന്മാരാണെന്നാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്.
അപ്പോൾ ഈ കള്ളൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ കള്ളൻ എങ്ങനെയാണ് സ്വർഗത്തിൽ എത്തിയത് എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഈ കള്ളന്മാരെ പറ്റി പറയുമ്പോൾ, ഈ കള്ളന്മാർ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇവർ വളരെയധികം ദുഷ്പ്രവൃത്തിക്കാരാണെന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ ഇവർ എന്തിനാണ് ദുഷ്പ്രവൃത്തിക്കാർ ആയത് എന്നുള്ളത് ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം ഈ യഹൂദന്മാരെ, ഈ ഇസ്രായേലിൻ്റെ യഹൂദന്മാരെ മുഴുവൻ അടിച്ചമർത്തുകയും അതുപോലെ വലിയ ടാക്സ് ചുമത്തി അവരെ ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യഹൂദന്മാർക്കൊരു രക്ഷ നേടുവാൻ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത മശിഹായെ ഇവർ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ രണ്ട് കള്ളന്മാരും യഹൂദന്മാർ തന്നെയാണ്. ഇവരുൾപ്പെടെയുള്ള ആളുകൾ, യേശുവിൻ്റെ ശിഷ്യന്മാരുൾപ്പെടെ മുഴുവൻ യഹൂദന്മാരും തങ്ങൾക്കായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ മശിഹായെ കാത്തിരിക്കുകയാണ്. പക്ഷേ കാൽവറി കാലിത്തൊഴുത്തിൽ ജനിക്കുവാനും മരിക്കുവാനും സ്ഥലമില്ലാതെ വന്ന് ജനിച്ച യേശുവിനെ ഒരു രാജാവായി അംഗീകരിക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. അവസാനം ഈ രണ്ട് കള്ളന്മാരും യഥാർത്ഥത്തിൽ ഈ യഹൂദന്മാരായ കള്ളന്മാർ ഈ യേശുവിനെ, ഈ മശിഹായെ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അവർ ഈ ദുഷ്പ്രവൃത്തി ചെയ്തത്. ഈ റോമൻ സാമ്രാജ്യത്തിനെതിരെ അവർ ചെയ്ത ദുഷ്പ്രവൃത്തിയാണ്. റോമാക്കാർക്കെതിരെ, യഹൂദന്മാരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ ചെയ്ത ആ പ്രവൃത്തി കൊണ്ടാണ് അവരെയും ഈ തൂക്കിലേറ്റുവാനായിട്ട് അന്ന് വിധിച്ചത്. അപ്പോൾ ഈ കള്ളൻ ഈ കാൽവറിയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം രണ്ട് കാര്യമേ, ഒരു കാര്യം യേശുവിൽ നിന്ന് കേൾക്കുകയും ഒരു കാര്യം യേശുവിൽ നിന്ന് കാണുകയും ഈ കള്ളൻ ചെയ്തു. ഈ രണ്ട് കാര്യമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഒന്ന്, ഈ കള്ളൻ കേട്ട ഒരു കാര്യം, യേശു കാൽവറി ക്രൂശിൽ കിടന്ന് തൻ്റെ വിലാപ്പുറത്ത് കുത്തിയവർ ചോരയും നീരും തൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെട്ട് അതിവേദനയാൽ അവിടെ ഭാരപ്പെട്ട് കിടക്കുമ്പോഴും തന്നെ കുത്തിയവരെ ഓർത്ത് യേശു പ്രാർത്ഥിക്കുകയാണ്. യേശു പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ കള്ളനിത് കേട്ടപ്പോൾ ഇതൊരിക്കലും ഒരു മനുഷ്യന് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. രണ്ടാമതൊരു കാര്യം, യേശുവിൻ്റെ ആ ക്രൂശിൻ്റെ മുകളിൽ ഒരു കാഴ്ച ഈ കള്ളൻ കണ്ടു. എന്താണ് കണ്ടത്? അതിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. നമുക്ക് ആ ഭാഗം അറിയാം. മാത്യുവിലത് പറയുന്നത് അതിൻ്റെ റോമൻ കോടതികളിൽ മുഴുവൻ കുറ്റവിചാരണ നടത്തി കുറ്റസംഗതിയാണ്. അവിടെ ചാർജസ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ജീസസ് കിങ് ഓഫ് ദ ജൂസ് എന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചാർജസ്, അവനെതിരെയുള്ള ചാർജസ്, കുറ്റങ്ങളുടെ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്നുള്ളതാണ് അവൻ്റെ തെറ്റ്. അപ്പോൾ ഈ കള്ളൻ ചിന്തിച്ചു, ഇവൻ ഈ യഹൂദന്മാരുടെ രാജാവിനെ അല്ലേ ഞാൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യത്തിൻ്റെ 2 വാക്യം മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ആ മറ്റേ കള്ളൻ ഇവനെ ദുഷിച്ചുകൊണ്ട്, യേശുവിനെ ദുഷിച്ചുകൊണ്ടാണ് പറയുന്നത്, നീ ദൈവപുത്രനാണെന്നാണല്ലോ നീ അവകാശപ്പെടുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഈ ഞങ്ങളെയും രക്ഷിക്കുക. അപ്പോൾ ഈ കള്ളൻ, ഈ മറുസൈഡിലെ കള്ളൻ അവനെ ശ്വാസിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ അർഹിക്കുന്ന ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത്. എന്നാൽ ഇവനോ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവും ചെയ്യാത്തതിൻ്റെ പേരിലാണ് അവൻ ഇത് അനുഭവിക്കുന്നത്. അതിനുശേഷമാണ് അവൻ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കി പറയുന്നത്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന്. കർത്താവ് ഉടൻ തന്നെ അവന് മറുപടി കൊടുത്തു, നീ ഇന്ന് ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിൽ ആയിരിക്കും എന്ന് കർത്താവ് മറുപടി കൊടുത്തത്. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ലോകത്തിലെ ഒരു പ്രവൃത്തിയും ഈ കള്ളൻ തിന്മയല്ലാതെ ഒന്നും അവൻ്റെ ജീവിതത്തിൽ ചെയ്തില്ല. പക്ഷേ ആ തിന്മയിലും ഒരു നന്മയുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ ഒരു നന്മ പ്രവൃത്തിയും, ലോകത്തിന് കാണത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഈ കള്ളൻ ഏറ്റവും അവസാനം
കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇതിൽ നിന്ന് അവനെ അന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ്. 2023 വർഷങ്ങൾക്ക് മുമ്പ് ഈ കള്ളൻ യഥാർത്ഥത്തിൽ ഈ പ്രൊട്ടസ്റ്റൻ്റ് ഈ തിയറി യഥാർത്ഥത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. പക്ഷെങ്കിൽ നമുക്കതാർക്കും ലോകത്തിനന്നത് ഏറ്റെടുക്കുവാനോ മനസ്സിലാക്കുവാനായിട്ടോ സാധിച്ചില്ല. 1500 വർഷങ്ങൾക്ക് ശേഷം, യേശുവിൻ്റെ മരണത്തിന് 1500 വർഷങ്ങൾക്ക് ശേഷം ഈ മാർട്ടിൻ ലൂതർ ഈ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം ലോകത്തിന് പറഞ്ഞപ്പോഴാണ് നാം അത് ഏറ്റെടുത്തത്. ആഫ്രിക്കയിലെ മാർട്ടിൻ ലൂതർ കിങ് അല്ല, ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ, പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറിൻ്റെ സ്റ്റോറി പഠിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ദൈവവിശ്വാസത്തിൽ വളരെ അടിയുറച്ച ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സംശയം വളരെ തൻ്റെ പാപങ്ങൾ എങ്ങനെയാണ് ഇത്രയും വിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു പാപിയായ ഞാൻ ആ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഈ ദൈവം എൻ്റെ പാപങ്ങളെ എങ്ങനെയാണ് മോചിച്ചു തരുന്നത്. അദ്ദേഹം ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ പെട്ടെന്നൊരു ലൈറ്റ്നിങ്, ഒരു ഇടിമിന്നലടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം, ഞാൻ ചെയ്ത പാപത്തിന് ദൈവം എന്നോട് കാണിക്കുന്ന ക്രോധമാണ്, എനിക്ക് തരുന്ന ശിക്ഷയാണെന്നുള്ള ഒരു വിചാരമാണ് അദ്ദേഹത്തെ ഭരിച്ചത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം അന്വേഷിച്ച് നടന്നു, എന്താണ് ഇതിനൊരു പ്രതിവിധി. അപ്പോൾ മനുഷ്യന് അന്ന് കാത്തലിക് വിശ്വാസമനുസരിച്ച് നീ നന്മ ചെയ്യണം, പുരോഹിതന്മാരുടെ അടുത്ത് നിന്ന് കൺഫസ് ചെയ്യണം, അവരത് ഏറ്റുപറഞ്ഞ് നമുക്ക് ഒഴിവാക്കി തരുമ്പോഴും അല്ലെ വില കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങൾ മാനുഷികമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളാണ് സഭയവരെ പഠിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അതത്ര കൺവിൻസായില്ല. അദ്ദേഹം പ്രീസ്റ്റായിട്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു കമ്മ്യൂണിയൻ സർവീസിൽ, മൊണാസ്ട്രിയിൽ ഒരു കമ്മ്യൂണിയൻ സർവീസിൽ എടുക്കുമ്പോൾ ഈ കമ്മ്യൂണിയൻ വൈൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. ഇതെടുത്ത് പിടിക്കുമ്പോൾ അദ്ദേഹം ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഈ കർത്താവിന്, ഈ വിശുദ്ധനായ കർത്താവിന് ഈ പാപിയായ എന്നെ എങ്ങനെ എന്നോട് ക്ഷമിക്കും, എൻ്റെ പാപങ്ങൾ എങ്ങനെ മോചിച്ചു തരും എന്നുള്ള വലിയ ആശങ്കയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊണാസ്ട്രിയിലെ സീനിയേഴ്സ് പറഞ്ഞു, നീ വചനം പഠിക്കണം. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം അദ്ദേഹം ഏതാണ്ട് 95 തിസീസ്, 95 ഡൗട്ടുകൾ ഈ സഭയ്ക്ക് മുമ്പാകെ വെച്ചു. പക്ഷേ ഈ സഭ ഇതൊന്നും അംഗീകരിക്കുവാനായിട്ട് തയ്യാറായില്ല. സഭ പറഞ്ഞു, നീ ഇത് പിൻവലിക്കണം. അന്നത്തെ പോപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, അത് സാധ്യമല്ല, ഞാൻ ഈ 95 ഡൗട്ടുകൾ എനിക്ക് ക്ലിയറാക്കി കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ആൻസർ കണ്ടെത്തി. അതാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം വിശ്വാസത്താൽ ഒരു മനുഷ്യൻ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് എൻ്റെ ഒരു ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമൻസ് 9:15 and 16. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടാണ് യഥാർത്ഥത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. അവൻ അവിടെ പോയി ഈ സ്വർഗത്തോട്ട് നോക്കി തനിക്ക് പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ദൈവമേ, മഹാപാപിയായ എന്നോട് കരുണ കാണിക്കണമേ. ഇത് സുറിയാനിയിലെ കുറിയേ അലായിസോ എന്ന് സഭക്കാർ പറയും. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവമേ, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് മാത്രമാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ കരുണയ്ക്കായി, അവന് കരുണ തോന്നുവാൻ
ഫറോയുടെ ഹൃദയം കഠിനമാക്കിയ ദൈവം, ഫറോയുടെ ഹൃദയം കഠിനമാക്കിയത് ദൈവമാണ്. അല്ല, ഫറോ കഠിനമായതുകൊണ്ട് ആണ് നല്ല ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവത്തിന് കരുണ കാണിക്കുവാൻ, ദൈവത്തിന് കരുണ തോന്നുവാനായിട്ടുള്ള, ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. കാരണം അതുകൊണ്ട് ഇനിയും വേറൊരു പ്രവൃത്തിയും ചെയ്യണ്ടായോ? നമ്മുടെ ജീവിതത്തിൽ ഈ കരുണ, ദൈവത്തിന് കരുണ തോന്നിക്കഴിഞ്ഞാൽ നാം ഓരോരുത്തരും ദൈവത്തിന് നമ്മുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തവരാണ്. അങ്ങനെ ദൈവം നമ്മോട് കരുണ തോന്നിയത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ വിശ്വാസത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവം കരുണ കാണിച്ച് ദൈവത്തെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഇനി ഒന്നും ചെയ്യണ്ടായോ? അങ്ങനെയല്ല, മറിച്ച് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂരിലുള്ള ചില പാസ്റ്റർമാർ പറയുന്നത് പോലെ അങ്ങനെ ഗ്രേസ് മാത്രം, നമ്മുടെ കൃപ കൊണ്ട് മാത്രം ആണ് ഒരു മനുഷ്യൻ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി, കൃപ മൂലം അതെല്ലാം രക്ഷപ്പെട്ടുകൊള്ളും എന്നുള്ളതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ ആ കള്ളനോട് തോന്നിയതുപോലെ നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിന് ആ കൃപ തോന്നിയത് കൊണ്ട് മാത്രമാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആയിരിക്കുന്ന നാം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ട് ഉള്ള ഉത്തരവാദിത്വമാണ്. നോഹയുടെ കഥ നമുക്കറിയാം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. നോഹയ്ക്ക് കരുണ ലഭിച്ചു കഴിഞ്ഞപ്പോൾ കരുണ ലഭിച്ച നോഹ അടങ്ങിയിരുന്നില്ല. അടുത്തത്, നോഹയോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നോഹ മുഴുവൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കരുണ ലഭിച്ച നാം ഓരോരുത്തരും ദൈവത്തോട് സംസാരിക്കുന്നവരായിരിക്കണം. ദൈവം പറയുന്നത് നാം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഓണർഷിപ്പ് നമ്മൾ കൈമാറിക്കഴിയുമ്പോൾ ഇനിയും ഞാനല്ല, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ, ദൈവമാണ് ഇനി എന്നിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവ് പറയുന്നതാണ് ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് ചെയ്യേണ്ടത്. ദൈവം എന്തു പറയുന്നു? ഒരു കരുണ തോന്നിയ, ദൈവത്തിൻ്റെ കൃപ തോന്നിയ ഒരു വ്യക്തി ദൈവത്തോട് എപ്പോഴും സമ്പർക്കത്തിലായിരിക്കും, എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. നോഹയോട് ദൈവം പറഞ്ഞു, നീ വലിയ ജലപ്രളയം വരാൻ പോവുകയാണ്, അതുകൊണ്ട് നിന്നെ, പക്ഷേ കരുണ ലഭിച്ച നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു. പക്ഷേ നോഹ പറഞ്ഞത് ജനം വിശ്വസിച്ചില്ല. അതുകൊണ്ട് നോഹ പറഞ്ഞു, വലിയ മഴ പെയ്യാൻ പോകുന്നു, വലിയ വെള്ളപ്പൊക്കം വരുവാൻ പോകുന്നു. പക്ഷേ ഇന്ന് വരെ മഴയോ വെള്ളപ്പൊക്കമോ കാണാത്ത ആ തലമുറ ഒരിക്കലും അത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറായില്ല. അവസാനം ദൈവം നോഹയോട് പറഞ്ഞത് തന്നെ സംഭവിച്ചു. ഞാൻ ചിലപ്പോൾ ഇമാജിൻ ചെയ്യാറുണ്ട്, നോഹയുടെ മക്കൾ ഷേം, ഹാം, ജാഫേത്ത്, ഇവർ 3 പേരും അന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുകയെന്നിരിക്കട്ടെ. ഇവർ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് ഇവരോട് ചോദിച്ചെന്നിരിക്കട്ടെ, നിങ്ങളുടെ പിതാവ് എന്തോ എടുക്കുന്നു? അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ പിതാവ് ഒരു വലിയ കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കും, എവിടെയാണ് കപ്പലുണ്ടാക്കുന്നത്? അത് ഞങ്ങളുടെ ഭവനത്തിൻ്റെ അടുത്ത് തന്നെയാണ് കപ്പലുണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ പറയും, നിൻ്റെ പിതാവിന് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. കാരണം കപ്പൽ വെള്ളത്തിൽ കൂടെ ഓടേണ്ട സാധനമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ കൂടെ ഓടേണ്ട കപ്പൽ ഈ മലമുകളിലിട്ടല്ല ഉണ്ടാക്കേണ്ടത്, അത് ഏതെങ്കിലും കടൽ തീരത്തിട്ട് വേണം ഉണ്ടാക്കുവാനായിട്ട്, നിർമ്മിക്കുവാനായിട്ട്. അപ്പോൾ ഈ കൂട്ടുകാർ പറയും, അത് ഞങ്ങളുടെ അപ്പനോട് ദൈവം പറഞ്ഞു ഇവിടെ ഇട്ടുണ്ടാക്കിയാൽ മതി, കപ്പലിൻ്റെ പണി തീർന്നു കഴിയുമ്പോൾ കടൽ ഇങ്ങോട്ട് വന്നുകൊള്ളുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് അപ്പോൾ ഈ കൂട്ടുകാരെന്തായിരിക്കും അവരോട് പറയുന്നത്? നല്ല പിള്ളേരായിരുന്നു, പക്ഷേ അപ്പന് വട്ടായിപ്പോയി. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് അവസ്ഥ. ദൈവത്തോട് സംസാരിച്ച് ദൈവം പറയുന്നത് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മൾ എക്സെൻട്രിക്കും വട്ടും എന്നൊക്കെ ലോകം പറയും. ഞാൻ എൻ്റെ ക്രിമിനൽ കേസ് എടുക്കുന്നത് ഞാൻ കള്ളം പറയണമെന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞു വലിയ മണ്ടത്തരമാണെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ ഒരവസ്ഥയിൽ എനിക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കർത്താവിനെ നമ്മുടെ ഓണർഷിപ്പ് കൈമാറി കർത്താവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം പറയുന്നത് എന്താണോ അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി. കർത്താവ് എന്തെങ്കിലും നമ്മുടെ
ഹിതത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതല്ല, ദൈവഹിതത്തിനനുസരിച്ച് ദൈവം പറയുന്നത് നാം ഓരോരുത്തരും ചെയ്യുക എന്നുള്ളതാണ്. ഒടുവിൽ അവസാനം സംഭവിച്ചു. നോഹയോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. വെള്ളം പൊങ്ങി, ലോകം മുഴുവൻ നശിച്ചു. പക്ഷേ നോഹയെയും കുടുംബത്തെയും ദൈവം രക്ഷപ്പെടുത്തി. അപ്പോൾ ഇതുപോലെ നാം ഓരോരുത്തരും ഇന്നും അതുപോലെ നോഹയുടെ പെട്ടകമായ യേശു എന്ന പെട്ടകം ഇന്ന് നമുക്ക് മുമ്പിൽ അവൈലബിളാണ്. ഇനിയൊരു ചാൻസ് നമ്മുടെ മുമ്പിൽ ഒരിക്കലുമില്ല. കർത്താവിൻ്റെ വരവോടുകൂടി ആ ചാൻസ് അവസാനിച്ചു. അതുകൊണ്ട് ലാസ്റ്റ് ചാൻസാണ്. ഈ പെട്ടകം ഇന്ന് തുറന്നു കിടക്കുകയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. ഈ പെട്ടകത്തിലേക്ക് ഈ ലോകത്ത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത് എന്നുള്ളത്. ആ ആഗ്രഹത്തിന് ഈ ലോകം മുഴുവൻ ഈ സത്യം അറിയുവാൻ, ഈ സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. ആ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട വലിയ പ്രവൃത്തി. അതുപോലെ തന്നെയാണ് വിശുദ്ധിയോടുകൂടി നാം ജീവിക്കുക എന്നുള്ളത്. ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരാളുടെ കഥയുടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മോസസിനെ നിങ്ങൾക്കറിയാം. ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ് മോസസ്. മോസസിനെ 80-ാം വയസ്സിൽ ദൈവം വിളിച്ചു. ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. മോസസിനോട് ദൈവം പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനതയെ നയിച്ച് കനാൻ ദേശത്തേക്ക് എത്തിക്കണം. ഇസ്രായേലിൻ്റെ ജോഗ്രഫി മുഴുവൻ അറിയാവുന്ന വ്യക്തിയാണ് മോസസ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ മിസ്രൈമിൽ നിന്നല്ല ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് എത്തുവാൻ ഒരിക്കലും ചെങ്കടൽ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈജിപ്തിൽ നിന്ന് നേരെ കനാൻ ദേശത്തേക്ക് എത്താം. ഇവിടെ ചെങ്കടലിൻ്റെ തീരത്തൂടെ അത് നേരെ അങ്ങ് പോകും. ഇന്നാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ റോഡ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശം അല്ലെങ്കിൽ ഇസ്രായേലിൽ എത്താൻ പറ്റും. അപ്പോൾ ഇതിനിപ്പുറത്ത് കിടക്കുന്ന ഈ ഇസ്രായേൽ ചെങ്കടൽ ക്രോസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ ഇതറിയാമെന്ന മോസസ് മിണ്ടാതിരുന്നു. ദൈവം മോസസിനോട് പറഞ്ഞു, ചെങ്കടൽ ക്രോസ് ചെയ്യാൻ അതിൻ്റെ മുമ്പിൽ കൊണ്ട് ആക്കി. ചെങ്കടലിനിക്കരെ ചെന്നപ്പോൾ ഈ ജനം മുഴുവൻ പിറുപിറുത്തു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോയുടെ സൈന്യം. എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കരുണ അവിടെ പ്രവർത്തിച്ചു. ദൈവം ചെങ്കടൽ പിളർന്ന് ചെങ്കടലിനെ 2ആക്കി വിഭാഗിച്ചവരെ അപ്പുറത്തെത്തിയ കഥ നമുക്കറിയാം. പക്ഷേ ഇതും വളരെ മൈൽഡായിട്ട്, വളരെ നിസ്സാരവൽക്കരിച്ച് പറയുന്ന ചില വ്യക്തികളുമുണ്ട്. ഒരിക്കലൊരു ബിഷപ്പ് ഒരു ചർച്ചിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ചെങ്കടൽ ക്രോസ് ചെയ്തത് വലിയ അത്ഭുതമൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഹൈ ടൈഡും ലോ ടൈഡും, അതായത് വേലിയേറ്റവും വേലിയിറക്കമൊക്കെ വരുമ്പം വെള്ളം കുറേ താഴും. അങ്ങനെ താണു നിന്ന ഒരു സമയത്ത് ഇവർ ഇതിനകത്തൂടെ അങ്ങ് ക്രോസ് ചെയ്ത് കയറിപ്പോയതാണ്, നടന്നങ്ങ് കയറിപ്പോയതാണ്. ഒരു മുട്ടറ്റം വെള്ളമൊക്കെ അന്നുള്ളായിരുന്നു, അതിനിടയിൽ കൂടെ അങ്ങനെ കയറിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ പുറയിരുന്ന് ഒരു അപ്പച്ചൻ ഹല്ലേലൂയ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ബിഷപ്പിനങ്ങ് ദേഷ്യം വന്നു. എടോ, താൻ എന്തിനാണ് ഇതിന് ഹല്ലേലൂയ പറയുന്നത്? ഞാനിതൊരു വലിയ അത്ഭുതമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ അതിനല്ല തിരുമേനി ഈ ഹല്ലേലൂയ പറഞ്ഞത്. ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ഫറവോയെയും സൈന്യത്തെയും ദൈവത്തിന് കൊല്ലാൻ കഴിഞ്ഞത് എന്നതിനെ ഓർത്ത് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നാം എത്ര ചെറുതാക്കി കാണിച്ചാലും അവിടെ ഒരു കൃപ ദൈവം കാണിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ മോസസ് ഈ അന്നത്തെ കാലത്ത് കൂടി വന്നു കഴിഞ്ഞാൽ 6 ആഴ്ച, ഇന്ന് 6 മണിക്കൂർ, അന്നേരം 6 ആഴ്ച കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഇന്ന് 40 വർഷത്തോളം ഈ മരുഭൂമിയിലെ ഈ യാത്രയിൽ കൂടെ പലതും പഠിപ്പിച്ചാണ് അങ്ങ് ചെന്ന് ചെങ്കടൽ ക്രോസ് ചെയ്ത് പോയി, ജോർഡാൻ ക്രോസ് ചെയ്ത് വീണ്ടുമാണ് കനാനിലേക്ക് എത്തിച്ചത്. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ചോദിക്കുവാൻ അവകാശമില്ല. ദൈവം എന്ത് പറയുന്നോ ബ്ലൈൻഡായിട്ട് കണ്ണുമടച്ച് അനുസരിക്കുക. അപ്പം ലോകം നമ്മളെ ചിലപ്പം പല രീതിയിൽ പലതൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ അല്ലെങ്കിലും ദൈവം പറയുന്നത് അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സത്യമാണത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം.
അന്ന് മാർട്ടിൻ ലൂതർ പകർന്നു തന്ന ആ റിഫോർമേഷൻ. ഈ നമ്മുടെ എന്തെങ്കിലും നന്മ പ്രവൃത്തികളോ കൊണ്ടല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്മ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ നന്മ പ്രവൃത്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫലമാണത്. അവർക്ക് നന്മ ചെയ്യാതിരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം തീർച്ചയായിട്ടും അവർ ആ നന്മ ചെയ്ത് തന്നെ പോവും. അങ്ങനെ നന്മ ചെയ്യുവാനുള്ള അവസരം നിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ നന്മ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിൻ്റെ ആ മാനസാന്തരം എത്രത്തോളം ഇഫക്റ്റീവാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റോറിയിലെ പോലെ ഇടയ്ക്കിടയ്ക്ക് നാം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ നമ്മുടെ മുഴുവൻ ദൈവം നമ്മോട് കാണിച്ച കൃപയ്ക്കനുസരിച്ച് നാം നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ പുറപ്പെടുവിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് അനുഭവിക്കുകയും അങ്ങനെ കർത്താവിൻ്റെ അടുക്കലേക്ക് തക്ക സമയത്ത് എത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കൃപ യഥാർത്ഥത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമുക്കൊക്കെ കാറുകളുള്ളവരാണ്, കാറിൻ്റെ ഇൻഷുറൻസ് ഉള്ളവരാണ് എല്ലാവരും. ഈ കാറിൻ്റെ ഇൻഷുറൻസ് ഉണ്ടെന്നും എൻ്റെ കാറിന് ഇൻഷുറൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ട്രാഫിക് റൂൾസ് തെറ്റായിട്ട് ഓടിച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടാക്കിയാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടുമോ? എനിക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. അവിടെ ഇൻഷുറൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? ഈ ലോകത്ത് ഗവൺമെൻറ് പറയുന്നതും ട്രാഫിക് റൂൾസും എല്ലാം നാം അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആക്സിഡൻ്റലായിട്ടുണ്ടാകുന്ന ആക്സിഡൻറ്റിനാണ് ഈ ഇൻഷുറൻസ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതുപോലെയാണ് കൃപയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾ കർത്താവ് പറയുന്നത് അനുസരിച്ച് ദൈവഹിതപ്രകാരം നാം മുമ്പോട്ട് പോകുമ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ ആക്സിഡൻ്റലായിട്ട് ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. കൃപ അവിടെ വർക്ക് ചെയ്യും. ദൈവം നമ്മോട് ക്ഷമിക്കും. പാപത്തിലേക്ക് നിങ്ങൾ എടുത്ത് ചാടുമ്പോൾ കൃപ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാൽ വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആക്സിഡൻ്റലായിട്ട് ചിലപ്പോൾ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരു പാപവും ചെയ്യാതെ എനിക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. പക്ഷേ നീ അങ്ങനെ കർത്താവ് പറഞ്ഞ പ്രവൃത്തി അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ആക്സിഡൻ്റായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ കള്ളൻ്റെ പ്രാർത്ഥന പോലെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. കർത്താവിൻ്റെ വരവിൽ ഏദനിൽ ആദമിനും ഔവയും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവത്തോടൊത്തുള്ള ആ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാക്കുവാൻ വീണ്ടും കർത്താവ് നമ്മെ, ഇത് ലാസ്റ്റ് ചാൻസാണ്, ദിസ് ഇസ് അവർ ലാസ്റ്റ് ചാൻസ് ആൻഡ് സെക്കൻഡ് ചാൻസ്. ദൈവം ഇത് നമ്മോടുള്ള മഹാകാരുണ്യം കൊണ്ട് ഒരവസരം കൂടെ നമുക്ക് തന്നതാണ്. ഇത് നമ്മൾ തക്ക സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനിയൊരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരില്ല, ഇനിയൊരു ചാൻസ് ഇല്ല. കർത്താവിൻ്റെ അവൻ 2023 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടി ആയിരുന്നുവെങ്കിൽ ഇന്നവൻ പാപികളെ തേടി അല്ല, മറിച്ച് വിശുദ്ധന്മാരെ തേടിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ വിശുദ്ധിയിൽ വളർന്ന് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ കർത്തൃസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ വരവിൽ, കർത്താവിൻ്റെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ ഓരോരുത്തരും എടുക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.